ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു അരിപ്പടിയും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള ഒരു കിണ്ണത്തപ്പവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തൊലികറുത്ത 2 നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം. നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. പഴം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. വാട്ടിയെടുത്ത പഴം ഇവിടെ ഒരു ബൗളിലേക്ക് എടുത്ത് വച്ചിട്ടുണ്ട്. അത് നമുക്കവിടെ മാറ്റി വെക്കാം. പിന്നീട് അതേ പഴം അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഞാനൊരു 1/2 കപ്പ് പത്തിരിപ്പൊടിയാണ്, അത് നൈസ് പത്തിരിപ്പൊടിയാണ്, അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് തേങ്ങയുടെ 2ാം പാലിലാണ് ഈ അരിപ്പൊടി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം. ഇത്രയും വേണ്ട, ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. കട്ടകളില്ലാതെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അരച്ചെടുത്ത നേന്ത്രപ്പഴത്തിൻ്റെ പേസ്റ്റും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ കട്ടകളില്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1ാം പാൽ എടുത്ത് വെച്ചിരുന്നു, അതുകൂടി ഒഴിച്ച് കൊടുക്കാം. പകുതി ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് കലക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അരിപ്പടിയും ഏത്തപ്പഴത്തിൻ്റെ കൂട്ടും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് കൈ വെക്കാതെ ഇത് ഇളക്കി കൊടുക്കണം. അതിനിടെ നമുക്ക് 1/2 കപ്പ് ശർക്കരപ്പൊടിയാണ്. ശർക്കര പാനി കാച്ചിയിട്ടും ചേർത്ത് കൊടുക്കാം. ഞാൻ ശർക്കരപ്പൊടി ആയതുകൊണ്ട് നല്ല നീറ്റായ ശർക്കരപ്പൊടിയാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തൊന്ന് നമുക്ക് കൈവെക്കാതെ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് കുറുകി വരണം. അരിപ്പടിയും ഏത്തപ്പഴവും വെച്ചിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നീട് ഇതിനു വേണ്ടി ഞാനൊരു 1/4 കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് ചെറുതായി ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാൽ ഇത് വേവിച്ച് കൊണ്ടുവരാം. ഇതിവിടെ തിളച്ച് വരുന്നുണ്ട്, ചെറുതായി ഒന്ന് കുറുകി വരുന്നുണ്ട്. നമുക്ക് മധുരം നോക്കി വേണമെങ്കിൽ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാൻ 2ാം പാലും 1ാം പാലും ആണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങയുടെ 1ാം പാലും 2ാം പാലുമാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2ാം പാലിലാണ് ഞാനിതൊക്കെ അരച്ചെടുത്തിട്ടുള്ളത്. 1ാം പാലിൽ ഇത് കലക്കിയെടുക്കുകയും ചെയ്തു. ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിരുന്നു. എന്നിട്ടാണ് ഈ ലിക്വിഡാക്കിയതിന് ശേഷമാണ് ഇത് കുറുക്കിയെടുക്കുന്നത്. ഇതിവിടെ കുറുകി വരുന്നുണ്ട്. കൈവെക്കാതെ ഇളക്കിയെടുക്കണം. പിന്നീട് നമുക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ശർക്കരപ്പൊടി തന്നെയാണ് ചേർത്തത്. പിന്നീട് കുറച്ച് ഉപ്പ് കൂടി കുറവുണ്ടായിരുന്നു. ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറുകി വരുമ്പോൾ അടിപിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പിന്നീട് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പകുതി വേവിച്ച് വെച്ച കടലപ്പരിപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അടിപിടിക്കാതിരിക്കാൻ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ നെയ്യൊക്കെ ഇതിൽ നിന്നും തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിവിടെ കുറുകി വരുന്നുണ്ട്. ഇതിവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ടൈറ്റായി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. പാനിൽ നിന്നും വിട്ട് വരുന്നുണ്ട്. ഇത് റെഡിയായി എന്നാണ് അർത്ഥം. ഞാനിവിടെ ഒരു ഗ്ലാസ് ജാറിൽ നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത് മാറ്റി കൊടുക്കാം.
നല്ല അരിപ്പൊടിയും നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ല കിണ്ണത്തപ്പം ഇവിടെ റെഡിയാണ്. തീ ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്കിതിലേക്ക് മാറ്റാം. നമുക്കിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായ കിണ്ണത്തപ്പം ഇവിടെ റെഡിയാണ്. ഇത് തണിഞ്ഞതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. കിണ്ണത്തപ്പം ഇവിടെ തണിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി കിണ്ണത്തപ്പം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ നല്ല അടിപൊളി കിണ്ണത്തപ്പമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.